തലമുറകളെ താരാട്ടുപാടിയുറക്കിയ പ്രണയരാവുകൾക്ക് കൂട്ടിരുന്ന സ്വരചക്രവർത്തിനി എസ് ജാനകി സംഗീത ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ശബ്ദം കൊണ്ട് മായാജാലം സൃഷ്ടിച്ച കലാകാരി. ഇന്ത്യൻ സംഗീത ലോകത്തിന് തീരാനഷ്ടമാണ് പ്രിയ ഗായികയുടെ വിയോഗം. പതിറ്റാണ്ടുകളോളം സംഗീത ആസ്വാദകരെ വിസ്മയിപ്പിച്ച ആ അനശ്വര ശബ്ദം നിലച്ചതിൻ്റെ സങ്കടത്തിലാണ് ഓരോ മലയാളികളും. പ്രിയ ഗായികയെ ഓർത്തെടുക്കുകയാണ് സംഗീത ലോകം. ടോപ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. അന്ത്യം മൈസൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ. മലയാളം ഉൾപ്പെടെ 20-ലധികം ഭാഷകളിലായി 1000-ലധികം ഗാനങ്ങൾക്ക് ശബ്ദം നൽകി. വിടവാങ്ങിയത് വേറിട്ട ശബ്ദമാധുര്യം കൊണ്ട് ആസ്വാദകരെ വിസ്മയിപ്പിച്ച സംഗീത പ്രതിഭ. വിയറ്റ്നാമിൽ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മുങ്ങി 2 മലയാളികൾ ഉൾപ്പെടെയുള്ള 15 പേർക്ക് ദാരുണാന്ത്യം. അപകടം വിനോദസഞ്ചാര കേന്ദ്രമായ ഫൂക്കോക്ക് ദ്വീപിന് സമീപം. മരിച്ചവരിൽ കൊട്ടാരക്കര സ്വദേശിയായ വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമയായ AC തോമസ്, ഭാര്യ ലൊവേനി എന്നിവർ. പരിക്കേറ്റവരുടെ നില ഗുരുതരം. മരിച്ചവരിലേറെയും തമിഴ്നാട്ടുകാർ. അനുശോചിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും. വിഴിഞ്ഞം വിഷയത്തിൽ CPM-ൽ ഉൾപോര് രൂക്ഷം. ഓഹരി കൈമാറ്റത്തിലെ ഭിന്ന അഭിപ്രായങ്ങളിൽ പിണറായിക്ക് അതൃപ്തി. കരാർ നടപ്പാക്കണമെന്ന് EP ജയരാജന്റെ നിലപാടിനെ തള്ളി ഒരു വിഭാഗം. ഓഹരി കൈമാറ്റം സർക്കാർ അറിയാത്തതാണ് പ്രശ്നമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPM കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ EP ജയരാജൻ. അദാനി ബന്ധത്തിൽ VDയും രാഹുൽ ഗാന്ധിയും മറുപടി നൽകണമെന്ന് MV ഗോവിന്ദൻ. മാധ്യമങ്ങളോട് ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്തിനി ഒരു രോഗിയും നിലത്ത് കിടക്കേണ്ടി വരില്ലെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. മരുന്ന്, ചികിത്സ, കിടക്ക എന്നിവ രോഗിയുടെ അവകാശമാണെന്നും മന്ത്രി. 10 വർഷത്തെ പർച്ചേസിൽ അന്വേഷണം നടത്തും. പ്രതിസന്ധികളും വിമർശനങ്ങളും ഊർജ്ജമായെന്നും മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ 50 ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് DMO അന്വേഷിക്കും. കേരളത്തിലെ ഓപ്പറേഷൻ തൂഫാൻ വൻ വിജയം. ലഹരി വ്യാപനം ഭയാനകമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അറസ്റ്റിലായത് 6632 പേർ. ഇതുവരെ പിടിച്ചെടുത്തത് 35 കോടിയിലധികം രൂപയുടെ മയക്കുമരുന്ന്. പോലീസ് സ്റ്റേഷനുകളിലെ ചുമതല SI-മാർക്ക് നൽകിയ ഉത്തരവ് ഓഗസ്റ്റ് 15 മുതൽ നടപ്പിലാക്കും. CI-മാർക്ക് 3-4 സ്റ്റേഷനുകളുടെ മേൽനോട്ട ചുമതല നൽകിയേക്കും. ശബരിമല തന്ത്രിസ്ഥാനമൊഴിയാൻ തന്ത്രി കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകി. സന്നദ്ധത അറിയിച്ചത് സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായതിനു പിന്നാലെ. പകരം മകൻ ബ്രഹ്മദത്തനെ നിയമിക്കണമെന്നും ആവശ്യം. ദേവസ്വം ബോർഡ് തീരുമാനം ഹൈക്കോടതി നിലപാട് അറിഞ്ഞ ശേഷം. ആലപ്പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാന്മാർ മർദ്ദിച്ച കേസിൽ ADGP അജിത് കുമാറിനെതിരായ SIT അന്വേഷണ റിപ്പോർട്ടിൽ നിയമോപദേശം തേടി DGP. അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം തള്ളി KC വേണുഗോപാൽ. അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടിയെടുക്കാത്തതിൽ കോൺഗ്രസ് യുവജന സംഘടനകൾക്കുള്ളിൽ അമർഷം. ലോകകപ്പ് ക്വാർട്ടറിൽ പുലർച്ചെ 2:30 ഇംഗ്ലണ്ട് നോർവേ പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീനയും സ്വിറ്റ്സർലാൻഡും നേർക്കുനേർ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസണുള്ള താരലേലത്തിൽ സിബിൻ ഗിരീഷ് ഏറ്റവും വില കൂടിയ താരം. ഗിരീഷിനെ സ്വന്തമാക്കിയത് 11.80 ലക്ഷം രൂപയ്ക്ക് ആലപ്പി റിപ്പിൾസ്. ഇറാനുമേലുള്ള US-ന്റെ പുതിയ ഉപരോധത്തിന് പിന്നാലെ ഭീഷണിയുമായി ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി. താൻ ഇല്ലാതായാലും പ്രതികാരം നടപ്പിലാക്കുമെന്ന് മുജ്തബ. സമാധാനത്തിനുള്ള ധാരണ പൊളിക്കാൻ ആഭ്യന്തര തീവ്ര ഗ്രൂപ്പുകൾ ലക്ഷ്യമിട്ടതായി ഇറാൻ സമ്മതിച്ചുവെന്ന് അമേരിക്ക. ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി ഒമാനിൽ. സ്റ്റോറി ഓഫ് ദി ഡേ. ഒരുപാട് കഥകളുമായി 9 വയസ്സുകാരൻ.
വിഖ്യാത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഉച്ചയ്ക്കാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ വൈകിട്ട് 7:30 മരിച്ചു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 40,000-ലേറെ പാട്ടുപാടിയ അപൂർവ ഗായികയാണ് ജാനകി. 17 ഭാഷകളിൽ ജാനകി പാടിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ജാനകി. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങളും ഇവരെ തേടിയെത്തി. 2013 രാജ്യം പത്മഭൂഷൺ പ്രഖ്യാപിച്ചുവെങ്കിലും ദക്ഷിണേന്ത്യൻ കലാകാരന്മാരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ജാനകി അത് നിരസിക്കുകയായിരുന്നു. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എസ് ജാനകി അന്തരിച്ചു. സംഗീതത്തിന് ഭാഷ തടസ്സമല്ലെന്ന് ഓരോ പാട്ടുകളിലൂടെയും അവർ തെളിയിച്ചുകൊണ്ടേയിരുന്നു. 20ഓളം ഭാഷകളിലായി 48,000-ലേറെ ഗാനങ്ങൾ. തനത് സ്വരമാധുര്യം തൻ്റേതായ മുഖമുദ്രയായിരുന്നു. 88-ാം വയസ്സിലാണ് ജാനകിയമ്മ സംഗീത ലോകത്തോട് വിട പറയുന്നത്. ജാനകിയമ്മ തലമുറകളുടെ ഗായിക. ഒരു സംഗീതപ്രേമിക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത പേരും ശബ്ദവും. 1957 തുടങ്ങിയ സംഗീത ജീവിതത്തിൽ പാടിയത് 48,000-ഓളം ഗാനങ്ങൾ. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ഒഡിയ, ബംഗാളി, മറാഠി, തുളു, ഉറുദു, ഗുജറാത്തി, പഞ്ചാബി, കൊങ്ങിണി, അസമീസ്, സിന്ധി തുടങ്ങി 17 ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷ്, ജാപ്പനീസ്, അറബിക്, ജർമ്മൻ, സിംഹള എന്നീ ഭാഷകളിലും പാടിയിട്ടുണ്ട്. 1200-ൽ പരം മലയാളം ഗാനങ്ങളും ജാനകിയമ്മ പാടിയിട്ടുണ്ട്. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ജനനം. 10-ാം വയസ്സിൽ പൈത്യസ്വാമിയുടെ കീഴിൽ ശാസ്ത്രീയ സംഗീത പഠനം ആരംഭിച്ചു. അമ്മാവനായ ഡോക്ടർ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം സംഗീത പഠനത്തിനായി മദ്രാസിലെത്തി. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2ാം സ്ഥാനം നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയായത്. വൈകാതെ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജോലി ലഭിച്ചു. 1957 19-ാം വയസ്സിൽ വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതിറാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. ചിത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടുവാൻ ആ വർഷം തന്നെ അവസരം ലഭിച്ചു. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ ജാനകിയമ്മ ആദ്യം പാടിയത്. 1962 പുറത്തിറങ്ങിയ കൊഞ്ചും ചിലങ്ക എന്ന തമിഴ് ചിത്രത്തിൽ ജാനകി പാടിയ ശിങ്കാരവേലനെ ദേവ എന്ന പാട്ട് തെന്നിന്ത്യൻ സംഗീത ലോകത്തെ ആകെ ഇളക്കിമറിച്ചു. സംഗീത സംവിധായകൻ MS ബാബുരാജാണ് ജാനകിയെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. മൂടുപടത്തിലെ തളിരിട്ട കിനാക്കൾ തൻ, തച്ചോളിയൊതേനിലെ അഞ്ജന കണ്ണെഴുതി, അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലെ താമരക്കുമ്പിളിലല്ലോ മമഹൃദയം തുടങ്ങിയ ഗാനങ്ങൾ ഈ കൂട്ടുകെട്ടിൽ അനശ്വരങ്ങളായി. MS ബാബുരാജിന്റെ ഈണങ്ങളിലൂടെയാണ് ജാനകിയുടെ സ്വരമാധുരി മലയാളികൾക്ക് ഏറ്റവും അനുഭവവേദ്യമായത്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് ജാനകിയമ്മയെ തേടിയെത്തിയത്. കേരള സംസ്ഥാന അവാർഡ് 14 തവണയും തമിഴ്നാട് സർക്കാരിന്റെ അവാർഡ് 7 തവണയും ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ അവാർഡ് 10 തവണയും ഈ ഗായിക സ്വന്തമാക്കി. 2013 പത്മഭൂഷൺ ലഭിച്ചുവെങ്കിലും ജാനകിയമ്മ ഇത് നിരസിച്ചു. തന്റെ ദീർഘകാലത്തെ സംഗീത ജീവിതത്തിന് വളരെ വൈകിയാണ് പുരസ്കാരം നൽകിയതെന്നും ദക്ഷിണേന്ത്യൻ കലാകാരന്മാരോട് കേന്ദ്ര സർക്കാർ അവഗണന കാണിക്കുന്നുവെന്നും പറഞ്ഞാണ് അവർ പുരസ്കാരം നിരസിച്ചത്. ഗായികയായി നിറഞ്ഞു നിൽക്കുമ്പോഴും ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട് ജാനകിയമ്മ. നിരവധി തമിഴ്, തെലുഗു ചിത്രങ്ങൾക്ക് വേണ്ടി അവർ ഗാനങ്ങൾ എഴുതി. പിന്നണി ഗാനരംഗത്ത് 60 വർഷം പൂർത്തിയാക്കി ആ ഗാനഗോകുലം 2017 മൈസൂരു മാനസ ഗംഗോത്രിയിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി സിനിമയിലും പൊതുവേദിയിലും പാടുന്നത് അവസാനിപ്പിച്ചു. അവർ പാടിവെച്ച ഗാനങ്ങൾ തലമുറകൾ കടന്ന് ഇന്നും നമ്മൾ ഏറ്റുപാടുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഗായിക എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് ഗായകനും നടനും അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായ TN കൃഷ്ണചന്ദ്രൻ. ജാനകിയമ്മ സ്വന്തം അമ്മയെ പോലെയാണെന്നും അവരുടെ വിയോഗം സംഗീത ലോകത്തിന് തീരാ നഷ്ടമാണെന്നും TN കൃഷ്ണചന്ദ്രൻ പറഞ്ഞു. ജാനകിയമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ തലമുറയിലെ പാട്ടുകാരുടെ അമ്മ തന്നെയാണ്, ശരിക്കുള്ള അമ്മയാണ്. ഒരമ്മയെന്ന് കിട്ടിയ സ്നേഹത്തിനേക്കാളും കൂടുതൽ സ്നേഹം നമുക്കൊക്കെ തന്നിട്ടുള്ളതാണ്. ഞങ്ങളുടെ തലമുറയിലെ ആ ഗായകർക്ക് അത് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് ജാനകിയമ്മയുടെ പാട്ടുകളൊക്കെ കേട്ടാണ് വളർന്നത്. ദാസേട്ടൻ്റെയും ജയേട്ടൻ്റെയും സുശീലാമ്മയുടെയും ജാനകി അമ്മയുടെയും അങ്ങനത്തെ വലിയ വലിയ ഗായകരുടെയൊക്കെ കേട്ടിട്ടാണ് നമ്മൾ വളർന്നത്.
പിന്നീട് സിനിമാ രംഗത്ത് വന്നപ്പോൾ എനിക്കൊരു ഭാഗ്യം കിട്ടിയത്, ഞാൻ ആദ്യം പാടിയ മലയാള സിനിമയിലും ഈണ എന്നുള്ള സിനിമയിൽ ഗാനഗന്ധർവൻ്റെയും ജാനകിയമ്മയുടെയും കൂടെ ഒരു പാട്ട് ആദ്യത്തെ സിനിമയിൽ തന്നെ, അതെനിക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോഴും ദാസേട്ടൻ ഈ മൈക്കിൽ, ജാനകിയമ്മ ഇങ്ങനെ ഒരു മൈക്കിൽ, നടുവിലൊരു മൈക്കിൽ ഞാനും നിന്നിട്ട് ഈ പുതിയ പാട്ടുകാരനായിട്ടുള്ള ഞാൻ ഈ രണ്ട് വലിയ സിംഹങ്ങളുടെ നടുവിൽ നിന്ന് പാടുന്നതിൻ്റെ ആ ഒരു ടെൻഷൻ എന്നെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ജാനകിയമ്മയും ദാസേട്ടനും അന്ന് നൽകിയ ആ ഒരു പ്രോത്സാഹനമൊന്നും മറക്കാൻ പറ്റില്ല. തമിഴിലും അതെ, ഇളയരാജ സാറിൻ്റെ കോഴിക്കൂത് എന്നുള്ള സിനിമയിലെ ഏതോ മോഹം എന്നുള്ള പാട്ട് ആണ് എൻ്റെ ആദ്യത്തെ പാട്ട്. അതും ജാനകിയമ്മയുടെ കൂടെയാണ്. പിന്നീട് നിരവധി ഗാനങ്ങൾ ജാനകിയമ്മയുടെ കൂടെയുള്ള ഡുവറ്റ്സ് പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സിംഗർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ജാനകിയമ്മയെ പറ്റിയിട്ട് ഒന്നും നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം ജാനകിയമ്മ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത്. പക്ഷേ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്നേഹം, ഇപ്പോൾ ഒരു 3 ആഴ്ച മുമ്പെയാണ് ഞാൻ അവസാനമായിട്ട് വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് മെസ്സേജ് അയച്ചത്. ജാനകിയമ്മയെ ഓർത്തെടുക്കുകയായിരുന്നു ഗായകനും നടനും അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായ TN കൃഷ്ണചന്ദ്രൻ. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി S ജാനകി അന്തരിച്ചിരിക്കുകയാണ്. വൈകിട്ട് 7:30 കൂടിയാണ് മരണം സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 40,000-ലേറെ പാട്ടുപാടിയ അപൂർവ ഗായികയാണ് ജാനകി. 17 ഭാഷകളിൽ ജാനകിയമ്മ പാടിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ജാനകി. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണ അവർക്ക് ലഭിച്ചു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങളും ഇവരെ തേടിയെത്തി. 2013 രാജ്യം പത്മഭൂഷൺ പ്രഖ്യാപിച്ചുവെങ്കിലും ദക്ഷിണേന്ത്യൻ കലാകാരന്മാരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് അവർ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ആ പുരസ്കാരം നിരസിക്കുകയും ചെയ്തിരുന്നു. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ഒഡിയ, ബംഗാളി, മറാഠി, തുളു, ഉറുദു, ഗുജറാത്തി, പഞ്ചാബി, കൊങ്കണി, ആസാമീസ്, സിന്ധി തുടങ്ങി 17 ഭാഷകളിലാണ് ആലപിച്ചിട്ടുള്ളത്. എണ്ണിയാലൊടുങ്ങാത്ത ഗാനങ്ങളാണ് ജാനകിയമ്മ ആലപിച്ചിട്ടുള്ളത്. പുതുതലമുറയ്ക്ക് പാഠമാക്കേണ്ട, സംഗീത ലോകത്തിന് പാഠമാക്കേണ്ട ശബ്ദമാധുര്യത്തിൻ്റെ ഉടമയാണ് S ജാനകിയമ്മ എന്നുള്ളതാണ്. 48,000-ഓളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ ഇംഗ്ലീഷ്, ജാപ്പനീസ്, അറബിക്ക്, ജർമ്മൻ, സിംഹള എന്നീ ഭാഷകളിലൊക്കെ S ജാനകിയമ്മ പാടിയിട്ടുമുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ യഥാക്രമം കന്നഡ, മലയാളം എന്നീ ഭാഷകളിലാണ് ആലപിച്ചിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. വിയറ്റ്നാമിൽ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മുങ്ങി. ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പേരെയാണ് കാണാതായത്. 15 പേർ മരിച്ചതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. മരിച്ചവരിൽ 2 മലയാളികളും ഉൾപ്പെടുന്നുണ്ട്. വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമയായ AC തോമസ്, ഭാര്യ ലൊവേനി എന്നിവരാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. 18 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബോട്ടിൽ 32 ഇന്ത്യൻ വിനോദസഞ്ചാരികളായിരുന്നു ഉണ്ടായിരുന്നത്. വിയറ്റ്നാമിൽ അപകടത്തിൽപ്പെട്ട ബോട്ടിൽ 2 മലയാളികളും ഉൾപ്പെട്ടതായാണ് റിപ്പോർട്ട്. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ദ്വീപായ ഫുക്കോക്കിന് സമീപം ഇന്ത്യൻ വിനോദസഞ്ചാരികളുമായി സഞ്ചരിച്ച സ്പീഡ് ബോട്ട് മറിഞ്ഞ് വലിയ അപകടമാണ് ഉണ്ടായത്. അപകടത്തിൽ മരിച്ചവരിൽ ഏറിയ പങ്കും തമിഴ്നാട് സ്വദേശികളാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മിൻഹുയ് ഫൂക്കോക്ക് ട്രേഡിംഗ് ടൂറിസം കമ്പനി പ്രവർത്തിപ്പിച്ചിരുന്ന ബോട്ടായ മേറൂട്ട് എൻഗോയ് ദ്വീപിൽ നിന്ന് അൽത്തോയ് തുറമുഖത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. യാത്ര തിരിച്ച് ഏകദേശം 400 മീറ്റർ പിന്നിട്ടപ്പോഴേക്കും പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ബോട്ട് തലകീഴായി മറിഞ്ഞത്. ശക്തമായ കാറ്റും കടൽക്ഷോഭവുമാണ് ബോട്ട് മറിയാൻ കാരണമായതെന്നാണ് പ്രാഥമിക വിവരം. അപകടം നടന്ന ഉടൻ തന്നെ വിയറ്റ്നാം ഭരണകൂടം, സൈന്യം, പോലീസ്, സിവിൽ രക്ഷാപ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തി വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അനുശോചനം രേഖപ്പെടുത്തി. വിയറ്റ്നാം അധികൃതരുമായി ചേർന്ന് പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും ബാധിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ അടിയന്തര സഹായങ്ങളും നിയമപരമായ നടപടികളും വേഗത്തിലാക്കാനും ഉദ്യോഗസ്ഥർ നിരന്തരം ശ്രമിച്ചു വരുന്നതായി പ്രധാനമന്ത്രി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇപ്പോൾ പ്രശസ്ത ഗായകൻ MG ശ്രീകുമാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക്. ഞാൻ അറിഞ്ഞു, പറയട്ടെ.
ഞാൻ അറിഞ്ഞു. ഞാനൊരു ഷോയിലായിരുന്നു ഇവിടെ ഫോറം മാളിൽ. പെട്ടെന്ന് ആ ഷോയിലിരുന്നപ്പോഴാണ് എനിക്ക് ഒരു ഫോൺ കോൾ വന്നത്. ഇങ്ങനെ എനിക്കത് ഓർക്കാൻ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്. കാരണം അത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നു അമ്മയെ. സാധാരണ രീതിയിൽ അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ അമ്മയല്ലേ ഓർമ്മ വരുന്നത്. അതുപോലെ സംഗീതം ഓർത്തു കഴിഞ്ഞാൽ അമ്മ, ജാനകി അമ്മ ഒരു സംഗീതത്തിൻ്റെ രാജ്ഞിയാണ് എല്ലാ ഭാഷയിലും, മലയാളത്തിൽ പ്രത്യേകിച്ചും. കാരണം നമ്മൾ മലയാളികളായതുകൊണ്ട് അമ്മയുടെ ആ അക്ഷരസ്ഫുടത അത് ശരിക്കും ഇന്നത്തെ പുതിയ തലമുറ കേട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവർ പാടുന്ന ഡൈനാമിക്സ്, ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. രാജാ സാറിനൊക്കെ ആദ്യമായിട്ട് പാടിയ എണ്ണക്കിളി എന്നൊക്കെ ഉള്ള പാട്ട്. അപ്പം അതൊക്കെ ഏത് ഭാഷയിലാണെങ്കിലും അമ്മ പാടിയ പാട്ടുകളൊക്കെ, എല്ലാ പാട്ടുകളും നമുക്കൊരു പാഠപുസ്തകമാണ്. കാരണം ഞാൻ എപ്പോഴും ഈ റിയാലിറ്റി ഷോയിൽ ഒരു 3 ദിവസം മുമ്പ് വരെ കൈക്കുടന്ന നിറയെ തിരുമധുരം തരും, അത് ദാസേട്ടൻ വേറൊരു ലെജൻഡ്, അത് ജാനകി അമ്മയും കൂടെ പാടുമ്പോൾ സത്യം പറഞ്ഞ് ഇത് കേൾക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് എൻ്റെ ശരീരത്തിൽ കുളിര് കൊള്ളുകയാണ്. കാരണം ആ ശബ്ദം വരുമ്പോൾ ആ ശബ്ദത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഒരു ശബ്ദം വന്നിട്ടില്ല. ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് പേരുണ്ട് ഹിന്ദിയിൽ. ഇപ്പം നമുക്കിവിടെ പറഞ്ഞു പോയ ആശാജി എല്ലാം ഉണ്ട്, ആശ എല്ലാവരും ഉണ്ട്. എങ്കിലും നമുക്ക് കൂടുതൽ പ്രിയം മലയാളം പാട്ടുകളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച ഒരു അതിമനോഹരമായിട്ടുള്ള ശബ്ദം. ആ ശബ്ദം മാത്രമല്ല, അതിൻ്റെ മോഡുലേഷൻ, അതിൻ്റെ വികാരം, അതിൻ്റെ അക്ഷരസ്ഫുടത, പിന്നെ ബാക്കി എന്ത് നോക്കിക്കഴിഞ്ഞാലും ആ അമ്മയുടെ വിനയം, ആ അമ്മയുടെ എന്താണ് എല്ലാവരോടും ഉള്ള ഒരു, നമ്മളോടൊപ്പം ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഉടനെ ചോദിക്കും MG രാധാകൃഷ്ണൻ സാറിന് സുഖമാണോ എന്ന് കാണുമ്പോൾ ചോദിക്കുമായിരുന്നു. അതിനുശേഷം എനിക്ക് അമ്മയുടെ കൂടെ 2-3 പടങ്ങൾ പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. മാത്രമല്ല ഒരു വേദിയിൽ ഞാൻ അമ്മയുടെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചു. കാരണം ദാസേട്ടനും അമ്മയായിട്ട് പാടിയ പാട്ടുണ്ടല്ലോ, അകലെ അകലെ നീലാകാശം, അത് 2 വരി എൻ്റെ കൂടെ ഒന്ന് പാടാമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് അത് പാടാനുള്ളൊരു ഭാഗ്യമുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ട്രഷർ, അതായത് ഒരു വലിയൊരു ഭാഗ്യം, ഒരു നിധിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഒരിക്കലും അമ്മ നമ്മളെ വിട്ടുപോകില്ല. ഒരിക്കലും നമുക്ക് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരിക്കലും ഒരു സംഗീതജ്ഞൻ എന്നുള്ള രീതിയിൽ എൻ്റെ ശ്വാസം പോകുന്നവരെ അമ്മ എൻ്റെ നെഞ്ചിൽ ഉണ്ട്. കാരണം വേറൊന്നുമല്ല, അമ്മ പാടിയിരിക്കുന്ന പാട്ടുകൾ, ആ പാട്ടുകൾ ഒരിക്കലും ഒരാൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, അത് സംശയമില്ല. കാരണം നമുക്കതിനെ ഫോളോ ചെയ്യാം. അത് ഫോളോ ചെയ്തിട്ട് എങ്ങനെയാണ് അമ്മ പാടിയിരിക്കുന്നതെന്ന് കേട്ട് പഠിക്കാം. പുതിയ തലമുറയ്ക്ക് പഠിക്കാനൊരു പാഠപുസ്തകമായിട്ട് അമ്മയുടെ ആലാപനം, അത് ഓരോ വരിയിലും അമ്മ കൊടുത്തിരിക്കുന്ന വികാരം എന്താണ്, ആ അക്ഷരങ്ങൾക്കനുസരിച്ച്. അമ്മ ഷീസ് ഫ്രം ആന്ധ്ര, അപ്പോൾ എന്നിട്ട് പോലും മലയാളം അത്ര അക്ഷരസ്ഫുടതയോട് പാടിയിരിക്കുന്ന, നമ്മൾ എന്ത് പറയാനാണ്, പോയി എല്ലാവരും പോവും ഒരു ദിവസം. പക്ഷെ അമ്മ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ജാനകി അമ്മയുടെ അടുത്ത് പരിചയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും വിളിക്കാറുണ്ട്. ഈയിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. കാരണം കൊച്ചുമക്കളുമായിട്ടിരുന്നിട്ട് കളിക്കുന്നതും ഒരു കുട്ടിയെ പോലെ കളിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കൊരു സന്തോഷമാണ്. പക്ഷെ പെട്ടെന്ന് ഞാൻ ഈ ഷോയുടെ ഇടയിൽ നിന്നപ്പോഴത്തേക്ക്, ഇത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ ബാക്കി ഞാനൊന്നും, സത്യം പറഞ്ഞാൽ പലരും ഒരുപാട് പേര് വിളിച്ചെങ്കിലും എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. കാരണം അത്രയ്ക്ക് ഞാൻ ഡൗണായിപ്പോയി എന്നാണ് സത്യത്തിൽ ഞാൻ പറയുന്നത്. അമ്മയുടെ ആത്മാവിന് നിത്യശാന്തിയായിരുന്നു. കാരണം വീണ്ടും ഞാൻ വയലാർ സാർ എഴുതിയ ആ വരി ഞാൻ ഓർത്തു പോവാണ്. ഈ മനോഹര തീരത്ത് വരുമോ, അമ്മയ്ക്ക് ഇനിയൊരു ജന്മം കൂടി ഈ മനോഹര തീരത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഓർത്തെടുക്കുകയായിരുന്നു പ്രശസ്ത ഗായകൻ MG ശ്രീകുമാർ. എസ് ജാനകി അമ്മയെപ്പോലെ എന്നാണ് MG ശ്രീകുമാർ പ്രതികരിച്ചത്. പലപ്പോഴും ഫോണിൽ വിളിച്ച് സംസാരിക്കുമായിരുന്നു.
എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പങ്കുവെക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ കൊച്ചുമക്കളുമായിരുന്ന് സംസാരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ അതിലേറെ സന്തോഷം തോന്നിയിരുന്നു. അങ്ങനെ ഉള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയായിരുന്നു MG ശ്രീകുമാർ. വിയറ്റ്നാം ബോട്ടപകടത്തിൽ 2 മലയാളികളാണ് മരിച്ചത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഈ ബോട്ടപകടത്തിൽ മരിച്ച വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമയായ AC തോമസിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ സന്ദർശിച്ചു. തീർച്ചയായും വളരെ ദൗർഭാഗ്യകരമായ, തികച്ചും വേദനാജനകമായൊരു സംഭവമാണ് നമ്മളിന്ന് വൈകുന്നേരം അറിഞ്ഞത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ നിന്ന് വിയറ്റ്നാമിലേക്ക് യാത്രയായതായിരുന്നു. ആ സംഘത്തിലുണ്ടായിരുന്ന 15 പേരിൽ 2 മലയാളികൾ, അവർ കൊട്ടാരക്കര സ്വദേശികളാണ്. MD അപ്പോൾ തന്നെ എംബസിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റോട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ദുഃഖത്തോടുകൂടി മാത്രമേ നമുക്ക് ഈ ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കിയാൽ വിഴിഞ്ഞം വിഷയത്തിലെ ഉൾപോരിനിടെ 3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന അജണ്ടയെങ്കിലും സംസ്ഥാന ഘടകത്തിലെ അഭിപ്രായ വ്യത്യാസവും യോഗം ചർച്ച ചെയ്തു. വിഴിഞ്ഞത്തിൽ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. അനുവാദമില്ലാതെ ഓഹരി വിൽക്കാനുള്ള നീക്കമാണ് ചോദ്യം ചെയ്തതെന്നും രാഹുൽ ഗാന്ധിക്കുൾപ്പെടെ മറുപടി പറയാനുള്ള ബാധ്യതയുണ്ടെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. അതേസമയം EP ജയരാജൻ CPM കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അനാരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് EP ജയരാജൻ പങ്കെടുക്കാത്തത്. വിഴിഞ്ഞം അദാനി വിഷയത്തിൽ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരസ്യമാക്കുന്നതിനിടയിലാണ് ഡൽഹിയിൽ 3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിച്ചത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പ്രസ്താവനയ്ക്കെതിരെ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നിലവിലെ നേതൃത്വത്തിനെതിരെയുള്ള പ്രതികരണമായാണ് വിലയിരുത്തുന്നത്. തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന ഘടകത്തിനുള്ളിലെ രൂക്ഷമായ ഭിന്നതയും ചർച്ച ചെയ്തു. വിഴിഞ്ഞത്തിൽ പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലെന്നും സർക്കാർ അറിയാതെ ഓഹരി കൈമാറ്റം നടത്താൻ പാടില്ലെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കുൾപ്പെടെ മറുപടി പറയാൻ ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. CPIM ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. 25% ഷെയർ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം വാങ്ങണം. അനുവാദം വാങ്ങാതെ CBIയെ സമീപിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? അതിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ വളരെ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചതാണ്. പാർട്ടിയിൽ 2 നിലപാടില്ലെന്നും EP ജയരാജന്റെ പ്രതികരണം താൻ കണ്ടില്ലെന്നുമായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. സർക്കാർ അറിഞ്ഞു വേണം ഓഹരി കൈമാറ്റം എന്നതാണ് പാർട്ടി നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPMനകത്ത് ഏകകണ്ഠമായ അഭിപ്രായമാണ് വിഴിഞ്ഞം പ്രശ്നത്തിലുള്ളത്. വിഴിഞ്ഞം ഈ കേരളത്തിൻ്റെ പുരോഗതിക്ക് നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് പൊതുമേഖലയുടെ പൊതു നിയന്ത്രണത്തിനകത്ത് നിലനിർത്തണം എന്നുള്ളതാണ്. അതിന് വ്യത്യസ്തമായ ചില സമീപനങ്ങൾ ഗവൺമെന്റ് വന്നപ്പോൾ ആ ഗവൺമെന്റ് നിലപാടിനെയാണ് CPM വിമർശിച്ചിരിക്കുന്നത്. അതേസമയം KK രാഗേഷിനെയും പാർട്ടി നിലപാടിനെയും തള്ളിപ്പറഞ്ഞ EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുത്തില്ല. ചികിത്സ ഉന്നയിച്ചാണ് അവധി നൽകിയത്. തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ സംസ്ഥാന ഘടകം തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടും തെറ്റുതിരുത്തൽ രേഖയും 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം വിശദമായി ചർച്ച ചെയ്യും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മര്യാദയ്ക്ക് നിന്നില്ല എങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റിലാകുമെന്ന് പിണറായി. എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുമെന്നും വടിയും പിടിച്ചു നിൽക്കേണ്ടതില്ലെന്നും പിണറായി വിജയൻ കേരള ഹൗസിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഞാനെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയൂ. നിങ്ങൾ വടി വിട്ട് നിർത്തേണ്ട കാര്യം. പറയാനുള്ളത് ഞാൻ പറയും. നിങ്ങൾ വടിയുമായി നിൽക്കണ്ട. വടിയില്ല. 50 ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ആരോഗ്യവകുപ്പ് മികച്ച ചികിത്സയും മരുന്നും കിടക്കയും രോഗിയുടെ അവകാശമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ പറഞ്ഞു. 50 ദിവസം കൊണ്ട് നേടിയത് മികച്ച നേട്ടങ്ങളാണെന്നും പ്രതിസന്ധികളും വിമർശനങ്ങളും പ്രവർത്തനത്തിന് ഊർജ്ജമായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അൻപത് ദിവസത്തിനിടെ ആരോഗ്യവകുപ്പ് ചെയ്ത കാര്യങ്ങളും സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി V മുരളീധരൻ പ്രകാശനം ചെയ്തു. ക്രെഡിറ്റ് മന്ത്രിക്കല്ല, മന്ത്രിക്ക് വേണ്ടി പ്രവർത്തിച്ച, ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിച്ച
ഉദ്യോഗസ്ഥരും സ്റ്റാഫൊക്കെയാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ നിങ്ങൾക്ക് നൽകുക. ഇന്നലെ വരെ 2 ഘടകങ്ങളായി കണക്കാക്കിയിരുന്ന DMEയും DHSഉം ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം. ഇതെല്ലാമാണ് ഈ 50 ദിവസം കൊണ്ട് കുറേയൊക്കെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഭാവി പരിപാടികൾ ഏറെയുണ്ട്. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ അത്തരം ആശുപത്രികളിൽ മാത്രം സേവനം ചെയ്യും. ആരോഗ്യവകുപ്പിലെ 10 വർഷത്തെ പർച്ചേസിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിലും പ്രതികരിച്ചു മന്ത്രി. അതിൽ പ്രതികാര നടപടിയല്ല. എന്നാൽ ഓരോ കഷ്ടപ്പെട്ട് ഫണ്ട് കണ്ടെത്തി പുതിയ എക്യുപ്മെൻറ്റ്സ് വാങ്ങി വെറുതെ അത് ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ നശിച്ചു പോകുന്ന അവസ്ഥ. എയിംസ് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനം സജീവമാണ്. ഒഴിവുകൾ PSCയിൽ റിപ്പോർട്ട് ചെയ്ത് നികത്തും. രോഗികളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്തണമെന്നും അറ്റൻഡർമാർക്കും ഡോക്ടർമാർക്കും കൗൺസിലിംഗ് നല്ലതാണെന്നും മന്ത്രി. ഈ അറ്റൻഡറും വാച്ച്മാനൊക്കെ ആയിട്ട് വെക്കുന്നവരെ ഒരു കൗൺസിലിങ്ങിനിടയ്ക്ക് ഒന്ന് വിധേയമാക്കാൻ തീരുമാനിച്ചു. പിന്നെ ഡോക്ടർമാരോട് IMAക്കാർ സംസാരിച്ചിട്ട് ഞാൻ പറയുകയാണ്, അവർക്കും ചില ഉപദേശങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് കൊടുക്കും. MLA V മുരളീധരനും മേയർ VV രാജേഷും പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് രാഷ്ട്രീയ കാരണം കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ അന്വേഷണത്തിന് DMOയെ ചുമതലപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രി K മുരളീധരൻ. പോലീസിൽ പരാതി നൽകാൻ നിർദ്ദേശിച്ചതായും മന്ത്രി പറഞ്ഞു. സംഭവിച്ച ശ്രദ്ധയിൽപ്പെട്ടു. അത് മറ്റേ ബേബി മെമ്മോറിയലിലെ കണ്ണൂർ ആശുപത്രിയിലാണ് ഈ രോഗിയെ അഡ്മിറ്റ് ചെയ്ത്, ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത്. അപ്പോൾ ചുണ്ട് പൊട്ടി അതിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ അവിടെ നിന്ന് അനസ്തേഷ്യ കൊടുത്തപ്പോൾ രോഗിക്ക് ഇത് കൂടുതലായതുകൊണ്ട് കോഴിക്കോട്ടേക്ക് മാറ്റി ബേബി മെമ്മോറിയൽ തന്നെ അവിടെ വെച്ച് കുട്ടി മരിച്ചു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ DMOനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് സേനയിൽ അടിമുടി നവീകരണം നടത്താൻ ആഭ്യന്തര വകുപ്പ് ഓഗസ്റ്റ് 15 മുതൽ 64 പ്രധാന സ്റ്റേഷനുകൾ ഒഴികെ SIക്കായിരിക്കും പോലീസ് സ്റ്റേഷൻ ചുമതലയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. CIമാർക്ക് 3-4 സ്റ്റേഷനുകളുടെ മേൽനോട്ട ചുമതലയായിരിക്കും നൽകുക. എല്ലാവർക്കും ജില്ലാ തലത്തിൽ പ്രത്യേക പരിശീലനവും നൽകും. ഓപ്പറേഷൻ തൂഫാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറം വിജയം കണ്ടുവെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റ് 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും കേരളത്തിൽ ഉണ്ടാവുകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കേരള പോലീസിനെ കൂടുതൽ ജനസൗഹാർദ്ദമാക്കും. ഓഗസ്റ്റ് 15-നകം എല്ലാ പോലീസ് സ്റ്റേഷനുകളും വൃത്തിയാക്കും. എല്ലാ സ്റ്റേഷനുകൾക്കും ഒരേ പെയിന്റ് അടിക്കും. ഓഗസ്റ്റ് 15 മുതൽ 64 സ്റ്റേഷനുകൾ ഒഴികെയുള്ളവയിൽ SIമാർക്കായിരിക്കും സ്റ്റേഷൻ ചുമതല. കൂടുതൽ കേസുകളുള്ള 64 സ്റ്റേഷനുകളിൽ CIമാർക്ക് തന്നെയായിരിക്കും ചുമതല. പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഓഗസ്റ്റ് 15 മുതൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്കായിരിക്കും. തിരക്കുള്ള കൂടുതൽ പെറ്റീഷനുള്ള 64 സ്റ്റേഷനിൽ മാത്രം CIമാരായിരിക്കും SHOമാർ. പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായൊരു ദൗത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ പ്രതീക്ഷിച്ചതിലും വലിയ വിജയമാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. 6632 പേരെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 6182 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 35 കോടിയിലധികം രൂപയുടെ ലഹരി ഇതുവരെ പിടികൂടിയിട്ടുണ്ട്. സർക്കാർ DJ പാർട്ടികൾക്ക് എതിരല്ലെന്നും എന്നാൽ അവിടെ ലഹരി ഉപയോഗം ഉണ്ടായാൽ പോലീസ് എത്തുമെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. നൈറ്റ് ലൈഫ് ഷുഡ് ബി റെസ്പോൺസിബിൾ. ഒരു കാരണവശാലും ക്യാരവാനിൽ മയക്കുമരുന്ന് അനുവദിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ കണ്ടാൽ അവിടെ പോലീസിൻ്റെ കരങ്ങൾ എത്തിച്ചേരും. റെക്കമെൻഡേഷൻസ് ഈ കാര്യത്തിൽ അനുവദിക്കില്ല. നിങ്ങൾക്ക് കണ്ടെത്തി പോലീസിനെ വിളിച്ച് പറയാം. അല്ലാണ്ട് അവിടെ ആൾക്കൂട്ടം ചേർന്ന് ആളുകളുടെ തലമുട്ടയടിക്കുക, ആളുകളെ പീഡിപ്പിക്കുക, ദാറ്റ് വിൽ നോട്ട് ബി എൻകറേജ്ഡ്. അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കേണ്ട പ്രശ്നമില്ല. മാധ്യമപ്രവർത്തകർ തൂഫാൻ പോരാളികളാകുന്ന പദ്ധതിയും രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. എറണാകുളം പ്രസ് ക്ലബ് അംഗങ്ങളെ തൂഫാൻ പോരാളികളായി ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചു. കൊച്ചി സിറ്റി പോലീസുമായി സഹകരിച്ചാണ് എറണാകുളം പ്രസ് ക്ലബ് തൂഫാൻ പോരാട്ടത്തിന്റെ ഭാഗമായത്. അമൃത ന്യൂസ്, കൊച്ചി. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 65 കിലോ കഞ്ചാവുമായി 3 ബംഗാൾ സ്വദേശികൾ പിടിയിലായി. പ്രതികളിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. പൂനെ എക്സ്പ്രസിലാണ് കഞ്ചാവ് കൊണ്ടുവന്നത്.
പുലർച്ചെ 4 മണിയോടെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും 65 കിലോയിലധികം കഞ്ചാവ് പിടികൂടിയത്. പ്ലാറ്റ്ഫോമിൽ സംശയാസ്പദമായി കണ്ട 3 പേരെ റെയിൽവേ പോലീസിന്റെ പ്രത്യേക സ്ക്വാഡും RPFും ചോദ്യം ചെയ്യുകയായിരുന്നു. ഇവരുടെ പക്കലുണ്ടായിരുന്ന ട്രാവൽ ബാഗുകൾ പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെടുത്തത്. തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണെന്ന് വ്യക്തമായത്. റൂബൽ ഹുസൈൻ, ഹസിബുൾ SK എന്നിവരാണ് പിടിയിലായ മറ്റ് 2 പേർ. പിടിയിലായ 3 വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശികളാണ്. തിരുപ്പതിയിൽ നിന്നാണ് സംഘം കോട്ടയത്തേക്ക് കഞ്ചാവുമായി എത്തിയത്. പൂനെയിൽ നിന്ന് തിരുപ്പതി വഴി കോട്ടയത്തേക്ക് എത്തുന്ന പൂനെ എക്സ്പ്രസ്സിലാണ് ഇവരെത്തിയതെന്നാണ് ചോദ്യം ചെയ്യലിൽ വ്യക്തമായത്. ട്രാവൽ ബാഗുകളിൽ ചെറിയ കിറ്റുകളാക്കിയായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. സമീപകാലത്ത് കോട്ടയം ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണ് ഇത്. അമൃത ന്യൂസ്, കോട്ടയം. കണ്ണൂർ തലശ്ശേരിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന രാസലഹരി പിടികൂടി. സംഭവത്തിൽ ചിറക്കരയിലെ മുഹമ്മദ് സലീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 185 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്നും കണ്ടെത്തിയത്. മയക്കുമരുന്ന് മിഠായി കടലാസുകളിലും മറ്റും പൊതിഞ്ഞ നിലയിലാണ് സൂക്ഷിച്ചത്. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ യുവാവിന്റെ വീട്ടിൽ നിന്നും കൂടുതൽ MDMAയും കണ്ടെത്തി. വീട്ടിലെ കൂളറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. മാർക്കറ്റിൽ 5.5 ലക്ഷത്തോളം വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. ശബരിമല തന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് കണ്ഠരര് രാജീവർ ദേവസ്വം ബോർഡിന് കത്ത് നൽകി. പകരം തന്റെ മകൻ ബ്രഹ്മദത്തന് താന്ത്രിക ചുമതല നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. എന്നാൽ ഹൈക്കോടതിയുടെ അനുമതിയോടെ തീരുമാനമെടുക്കാനാണ് ബോർഡിന്റെ തീരുമാനം. നിലവിൽ മുൻ തന്ത്രി കണ്ഠരര് മോഹനരുടെ മകൻ മഹേഷ് മോഹനരാണ് ശബരിമലയിൽ തന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നത്. അടുത്ത ചിങ്ങമാസം മുതൽ ഊഴം കണ്ഠരര് രാജീവർക്കാണെങ്കിലും ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ പ്രതിയായ സാഹചര്യത്തിലാണ് പദവിയിൽ നിന്ന് മാറി നിന്ന് മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കണമെന്ന നിർദ്ദേശം രാജീവരര് മുന്നോട്ട് വെച്ചത്. മേൽശാന്തി ഇന്റർവ്യൂ ബോർഡിൽ നിന്നും ഒഴിവാക്കണമെന്നും മകൻ ബ്രഹ്മദത്തനെ നിയമിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കത്തിന്മേൽ നേരിട്ട് തീരുമാനമെടുക്കാതെ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിടാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ബോർഡ് പ്രസിഡന്റ് ഈ വിഷയം അജണ്ടയായി അവതരിപ്പിച്ചു. എന്നാൽ കേസുകളിൽ പ്രതിയായി നിൽക്കുന്ന വ്യക്തി നൽകുന്ന കത്തിൽ ബോർഡ് സ്വയം തീരുമാനമെടുക്കുന്നത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്ന വിലയിരുത്തലാണ് യോഗത്തിലുണ്ടായത്. ഇതോടെ വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നിയമപരമായ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ബോർഡ് തീരുമാനിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ വിഷയം സ്പെഷ്യൽ കമ്മീഷണർ മുഖേന ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിടാനാണ് ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നത്. കണ്ഠരര് രാജീവരുടെ ആവശ്യപ്രകാരം ചിങ്ങമാസം മുതൽ ആരായിരിക്കണം ശബരിമല തന്ത്രി എന്ന കാര്യത്തിൽ ഹൈക്കോടതി തന്നെ അന്തിമ തീർപ്പ് കൽപ്പിക്കട്ടെ എന്ന നിലപാടിലാണ് ബോർഡ് ഇപ്പോൾ. അമൃത ന്യൂസ്, പത്തനംതിട്ട.